എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു മലമുകളിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തേണ്ടതല്ല. നമ്മുടെ ഹൃദയം മൂവിയിലെ ലൊക്കേഷനാണ് ഗൂഗിൾ മാപ്പിൽ അടിച്ചത്. പക്ഷേ അവസാനം എത്തിപ്പെട്ടത് ഈ ഒരു ക്ഷേത്രത്തിന് മുൻവശത്താണ്. അപ്പോൾ അവിടേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ കഠിനമുള്ളൊരു വഴി കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ വൈഫുമാണ് പോയിരുന്നത്. ശരിക്കും പറഞ്ഞൊരു കാട്ടിലൂടെയുള്ളൊരു യാത്ര. ഇവിടേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി. അവിടുത്തെ ആളുകളോട് ചോദിച്ചതിന് ശേഷം അവരാണ് പറഞ്ഞത് ഈ വഴി പോയാലാണ് അവിടേക്ക് എത്തുക എന്നും. അപ്പോൾ നമ്മൾ ചോദിച്ചു വേറെ വല്ല വഴിയുണ്ടോ? ഇല്ല, ഇത് മാത്രമാണുള്ളത്. പിന്നെ ഒന്ന് പറയുമ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു സുഖമുള്ളൊരു റോഡായിരിക്കും ഈ ഒരു വഴിയായിരിക്കും ഇത്. നല്ല മലകളും പിന്നെ പാറകളും പിന്നെ കരിമ്പനകളും എല്ലാം കൂടിയുള്ളൊരു കാട്ടിലൂടെയൊരു യാത്ര. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടന്ന് വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും ഞങ്ങൾ നമ്മുടെ വഴിയിലെത്തി. വഴിയൊക്കെ ഒരു അത്ഭുതം തന്നെ കേട്ടോ. ഒരു ചെറിയൊരു ഇത് കണ്ടു, ഒരു കോണിപ്പടി ഉണ്ടാക്കിയിരിക്കണം. പാറയുടെ മുകളിൽ വെട്ടിയിട്ട് ഒരു കോണി അടിപൊളിയായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് വരാതിരിക്കാൻ ശ്രമിക്കുക, കാരണം വഴുക്കിക്കഴിഞ്ഞാൽ നേരെ താഴോട്ടായിരിക്കും നമ്മുടെ വീഴ്ച. പിന്നെ ഇതാ കണ്ടോ, തൊട്ട് മുന്നിലായിട്ടൊരു ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് ഗുഹ പോലെ ഒരു ചെറിയൊരു ഇത് ഉള്ളോട്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം. കണ്ടോ, ഈ സൈഡിലുണ്ട് മറ്റേ സൈഡിലുണ്ട് ഗുഹ. ചെറിയൊരു ഗുഹ പോലത്തെ സംഭവമാണ്. ഫുള്ളായിട്ട് കണ്ടോ, ഒന്നും അറിയില്ല. നമുക്ക് വല്ലതും പറ്റിയാൽ തന്നെ ആരും അറിയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. അതപ്പോൾ എൻ്റെ വൈഫും കൂടി കയറി വരുന്നുണ്ട്. അവിടെ ഒരു കയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കയറ് വലിച്ചിട്ടാണ് കയറുന്നത്. കയറ് പൊട്ടല്ലേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, കാരണം കുറേ മുന്നേ വെച്ചതായിരിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നു നീങ്ങി. അപ്പോൾ ചെറിയൊരു പടിയൊക്കെ വീണ്ടും കണ്ടു. ഈ പടി കണ്ടുപിടിക്കാനാട്ടോ നല്ല ബുദ്ധിമുട്ട്. അത് ഞാൻ മുന്നേ ഇനിയിപ്പോൾ ഒരു വരുന്നതിലും കാണാം നമുക്ക്. അപ്പോൾ പതുക്കെ നമ്മൾ പടി കയറി. ഫോണിങ്ങനെ പിടിക്കുന്നത് വേണം വെച്ചിട്ടല്ല, കയറുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയായിരുന്നു, കുത്തനെയുള്ളൊരു കയറ്റാണ്. അപ്പോൾ നമ്മളിത് അവിടെ കുറച്ച് അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനിയും മുകളിലോട്ട് കയറാനുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ പടിയുണ്ട്. സെയിം ആദ്യത്തെ പോലെ തന്നെയാണ് അവർ പടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കയ്യിലൊരു കയ്യിൽ പിടിച്ച് കയറാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കയറി. കാരണം ഗൂഗിൾ മാപ്പിൽ കാണുന്നതിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ നല്ല രസമുണ്ട് അമ്പലം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതുവരെ കയറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കയറാം എന്നൊരു ചിന്ത തന്നെയായിരുന്നു. ഇതൊക്കെ കണ്ടോ, ഒരു മലയൊക്കെ നല്ല വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ ആണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല സ്ഥലമാണത്. പക്ഷേ കയറി എത്താനാണ് കുറച്ചധികം പണി. കണ്ടോ, തൊട്ടപ്പുറത്തൊരു കരിമല പോലത്തെ സംഭവം കണ്ടോ. കരിമല പോലെയല്ല, കരിമല തന്നെ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇതിന് മുകളിൽ കയറാനാണ് കുറച്ച് പണി ഉണ്ടായിരുന്നു, കാരണം റോഡ് കറക്റ്റായിട്ട് മനസ്സിലായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ഏറ്റവും മുകളിൽ. അപ്പോൾ അവിടേക്ക് എത്തിയാൽ അപ്പോൾ അവന്മാരാ പറഞ്ഞത് ഈ വഴി കയറിയാൽ മതി ഏട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ആ വഴി അങ്ങ് കയറി. അപ്പോൾ കുറച്ച് മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുകളിലുണ്ടോ, നല്ലൊരു വ്യൂ കേട്ടോ. ഇപ്പോഴും നമ്മൾ ടോപ്പ് എത്തിയിട്ടില്ല, ടോപ്പിലേക്ക് ഇനിയും പോകാനുണ്ട്. വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ കുറച്ച് ചെക്കന്മാരൊക്കെ ആണ് മുകളിൽ നിന്ന് കയറി നിൽക്കുന്നത്. അവന്മാരൊക്കെ എൻജോയ് ചെയ്യാണ്. അടിപൊളിയായിട്ട് പാറ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. കാരണം എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം. നട്ടുച്ചയ്ക്കൊന്നും വരല്ലേ അതൊന്നുണ്ട്, കാരണം നല്ല ചൂടാണ്. പാറയും നല്ല ചൂടായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവാനുള്ള ഒരു കാരണമാവും അത്. അപ്പോൾ നമ്മൾ പതുക്കെ ഓരോരോ പാറയും കയറി പതുക്കെ നടന്നും പോവുകയാണ്. പാറ പറയുമ്പോൾ നല്ല നീണ്ടിട്ട് കിടക്കുക കേട്ടോ, നല്ല നീണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വഴി കുറച്ച് ചിലപ്പോൾ പകുതി എത്തുമ്പോഴായിരിക്കും ആ വഴിയല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിയും. അങ്ങനെയാണ് ഇത്. നമ്മുടെ ശരിക്കും ഞാനത് പറയാൻ നമ്മുടെ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന സംഭവം കേട്ടോ. പാലക്കാടാണ് ഇതുള്ളത്. നമ്മൾ പാലക്കാട് ഈ കൊല്ലംകോടൊക്കെ പോയില്ലേ, ആ സൈഡിലാട്ടോ ഇവിടെ ഉള്ളത്. ആ കാണുന്ന അമ്പലം അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. എന്ത് രസം അറിയോ, ഫുള്ള് മലകൾക്കിടയിലൊരു അയ്യപ്പ ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പ ക്ഷേത്രം. കുറേ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, പാറയിൽ മഴ പെയ്ത്. അപ്പോൾ നമ്മൾക്ക് ഇനി നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങാം. കുറച്ച് പതുക്കെ പോകുന്നത്, കാരണം ഞങ്ങൾ സ്ലിപ്പറായിട്ടുള്ളത്, ചെരുപ്പായിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴുക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. വഴുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറി അവിടെ തന്നെ എത്തും. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ അമ്പലം നമ്മളിവിടെ എത്തുമ്പോൾ വേറൊരു ഫീലിംഗ് ആട്ടോ നമുക്ക് തന്നത്. ഇത്രയും കയറി വന്നപ്പോൾ നല്ലൊരു കിതപ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു അമ്പലം ഇത്രയും ഈ പാറയുടെ മുകളിൽ നിർമ്മിച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പെട്ടെന്ന് എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവം, അങ്ങനത്തെ അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് പതുക്കെ കാഴ്ചകൾ കണ്ട് അമ്പലത്തിനടുത്തേക്ക് നീങ്ങാം.
ഇവിടെ ഞാൻ ഒരു ചേച്ചിയോടാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ അവർ പറയുന്നത് പൂജയൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ പൂജാരി എന്നും രാവിലെയൊക്കെ ആയിട്ട് എങ്ങനെയാണല്ലേ, രാവിലെയും വൈകുന്നേരം പൂജ ഉണ്ടോയെന്ന് അറിയില്ല. അതാ അവിടുന്ന് വൈഫ് വന്നുകൊണ്ടിരിക്കേണ്ടത്, എത്തിയിട്ടില്ല അവൾ. അപ്പോൾ ഇതാണ് നമ്മളെ കാണുന്ന അമ്പലം കേട്ടോ. അടിപൊളിയാണ്. കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അമ്പലത്തിന് സൈഡിലായിട്ട്. നമ്മൾ പതിയെ നമ്മൾ അതിനടുത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് പോയിട്ട് ഞാൻ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കൽവിളക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ, അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കണ്ട് കൽവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തോട്ട് പോവാം. അയ്യപ്പ ക്ഷേത്രമാണോ ശിവക്ഷേത്രമാണോ എന്നൊരു ചെറിയൊരു ഡൗട്ടും കൂടി ഉണ്ട്. കണ്ടോ, കറക്റ്റ് നല്ല രസമാട്ടോ. ഫുൾ വൈറ്റ് ആക്കിയിട്ട് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് നല്ല രസമാണ്. അതിന് തൊട്ട് മുന്നിൽ നിങ്ങൾ കാണണം. ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സത്യം പറയാൻ നല്ല രസമായിരിക്കും. കണ്ടോ എന്ത് രസം നോക്കൂ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഈ വെയിലിനൊക്കെ നമ്മൾ അവഗണിക്കും. കണ്ടോ തൊട്ട് മുന്നിലായിട്ടൊരു വലിയൊരു വ്യൂ പോയിന്റാണ്. ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് എത്രത്തോളം വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇത് ശരിയാവോ എന്നൊരു ഡൗട്ടും ഉണ്ടാവും. കാരണം നല്ല രസമാണ് കാണാൻ. ആദ്യം ഞങ്ങളിവിടെ കയറുമ്പോൾ ഇതല്ല നമ്മൾ വിചാരിച്ച ക്ഷേത്രം പറഞ്ഞ് തിരിച്ചു പോകാൻ നിന്നതാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയുള്ള കേട്ടോ. കാരണം ഇപ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൽവിളക്കാണ് കാണുന്നത്. സൈഡിലായിട്ട് ചുമരിൻ്റെ സൈഡിൽ കൽവിളക്ക് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കരിങ്കല്ല് കൊണ്ട് പടവ് വെച്ചിരിക്കുകയാണ്. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല, പടവ് മാത്രമാണ്. നല്ല ഭംഗി. അപ്പോൾ ഞാൻ പല സൈഡിൽ നിന്നും ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. കാരണം ഏത് വീഡിയോ എല്ലാ സ്ഥലങ്ങളിലും അതിനെ കാണാൻ നല്ല ഭംഗി. അമ്പലം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ പറയാനുണ്ടല്ലോ ഈ വ്യൂവും. ജസ്റ്റ് അവിടേക്ക് ഇരുന്ന് ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല പുലർച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈ കയറാനും ഇറങ്ങാനുമുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ബാക്കി എനിക്ക് ഓവറോൾ നോക്കിയപ്പോൾ അമ്പലം നല്ലതാണ്. പിന്നെ തണലൊന്നും പ്രതീക്ഷിച്ച് വരരുത്, തണലൊന്നും ഉണ്ടാവില്ല. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഓരോ മല കയറി അവിടേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയി നല്ല പണിയായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു നീർച്ചാലൊക്കെ ഉണ്ട്. ഈ പൊട്ടിയ ഈ പാറടം ഉള്ളിലെ വെള്ളം, മഴ പെയ്തിട്ട് വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫുള്ളായിട്ടുള്ള സ്ഥലമാട്ടോ. ഒന്നുണ്ട് വീണായാലും ആരും ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ ഈ പ്രത്യേക ഈ ഭംഗി? കാരണം ഞാൻ എന്തായാലും പറയുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് കാണണം. അത് കാണാനൊരു സംഭവം തന്നെയാണ്. കണ്ടില്ലെങ്കിൽ നഷ്ടവും കൂടിയാണ്. കാരണം പിന്നെന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പാലക്കാട് വാമല അയ്യപ്പ ടെമ്പിൾ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് എത്താവുന്നതാണ്. വാമല അയ്യപ്പൻ ടെമ്പിൾ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ പാലക്കാട്ടെ ഇതേപോലൊരു അമ്പലങ്ങളും ഇതേപോലെ സ്ഥലങ്ങളും ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.